ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി യാത്ര. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമിഴിൽ കണ്ടിരിക്കുന്ന പോലെ വൃത്തിയായിട്ട് എങ്ങനെ ധാവണി ഉടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. ഒരേ ഒരു മിനിറ്റ് മതി നമുക്ക് ധാവണി ഉടുക്കാനായിട്ട്. സാരിയും ധാവണിയും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്നതും നമുക്ക് കംഫർട്ടായിട്ട് തോന്നിക്കുന്നതും ധാവണി തന്നെയായിരിക്കും. ഇപ്പം ട്രെൻഡിങ് വന്നാലും ധാവണി തന്നെയല്ലേ. അപ്പൊ നമുക്ക് ധാവണി എങ്ങനെ ഒരു മിനിറ്റ് കൊണ്ട് ഉടുക്കാം എന്നാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ പാവാട ഉടുക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലാണ്. അത് നമ്മൾ ഹുക്കാണെങ്കിലും ബട്ടൺ ആണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ വള്ളി വെച്ചിട്ടുള്ളതാണെങ്കിലും ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ വേണം നമ്മൾ കെട്ടാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസമുള്ള റിസപ്ഷൻ്റെ ലാച്ച പോലത്തെ ഒരു ഹാഫ് സാരിയാണ്. അപ്പോൾ ഇതാണ് ഞാനിവിടെ ഉടുക്കുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഞുറുമൊന്നുമില്ല, ഈ ഇതുപോലെ കട്ടിങ്സ് വർക്കാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ ഉടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷോൾ ഇതാണ് വരുന്നത്. ഷോൾ വരുമ്പം ഇതിന് ചുറ്റും ബോർഡറുള്ള ഡിസൈനാണ് കണ്ടോ. ഇവിടെ എല്ലാം ചെറിയ ചെറിയ ബോർഡർ കണ്ടോ. ഈ മുന്താണി വരുന്ന ഭാഗത്ത് മാത്രം ഇതുപോലെ ഹെവി ആയിട്ടുള്ള ബോർഡറാണ് കൊടുത്തിരിക്കുന്നത്, ഹെവി ബോർഡർ. ഇത് ഉടുക്കാനായിട്ട് ഈ ഷോളിൻ്റെ വീതിയുള്ള ഭാഗത്താണ് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുന്നത്. അപ്പം രണ്ട് സൈഡിലും വീതിയുള്ള ഭാഗമാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യാം. ചെറിയ ചെറിയ പോർഷനാണ് പ്ലീറ്റ്സ് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നീളമുള്ള പോർഷനല്ല കേട്ടോ, മനസ്സിലായോ? അല്ല, കട്ടിയായിട്ട് ബോർഡറുള്ള ഭാഗത്താണ് പ്ലീറ്റ്സ് എടുക്കുന്നത്. ഈ രണ്ട് ഫിംഗറും ഇങ്ങനെ സപ്പോർട്ടിനായിട്ട് ഇങ്ങനെ പിടിക്കണം. ഈ രണ്ട് ഫിംഗറും ഇവിടെ വെക്കണം. ഈ ഒരു ഫിംഗർ ഇങ്ങനെ ഇരുന്നോട്ടെ, സപ്പോർട്ടിനായിട്ട് ഇരുന്നോട്ടെ കണ്ടോ. എന്നിട്ട് നമ്മൾ എടുക്കുമ്പം ഈ ഫിംഗർ ഇങ്ങനെ എടുത്ത് വെക്കണം. പിന്നെ ഇങ്ങനെ മടക്കിയിട്ട് ഈ ഫിംഗർ ഉണ്ടല്ലോ ഇതിങ്ങനെ വെക്കണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് പ്ലേറ്റ്സ് എടുക്കണമെങ്കിൽ ജസ്റ്റ് ഒരു കഥകിലോ എവിടെയെങ്കിലും തൂക്കിയിട്ടിട്ട് നിങ്ങൾക്ക് പ്ലേറ്റ്സ് എടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പ്ലേറ്റ്സ് എടുത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, പ്ലേറ്റ്സ് എടുത്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു പിന്നും കൂടെ കുത്തി കൊടുക്കാം. നമുക്ക് എത്ര നീളമാണോ മുന്താണി വേണ്ടത് അവിടത്തേക്ക് അത്രയും നീളത്തിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ ഞാൻ മുന്താണി എടുത്തിട്ടുണ്ട്. ഇത്രയും മുന്താണിയെ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും മുന്താണി എടുക്കാൻ കാരണം എനിക്ക് വണ്ണം ഉള്ളത് കൊണ്ട് ചിലപ്പം ചുറ്റിയ കറക്റ്റ് സൈഡിൽ കിട്ടണമെന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് മുന്താണി ബാക്കിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് ഈ ഒരു ഷോൾഡറിൽ പിൻ ചെയ്ത് വെക്കുമല്ലോ, ആ ഒരു ഭാഗത്ത് നമ്മൾ ഷോളിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇത് വെച്ച് നോക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് വേണമെങ്കിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി വലുതായിട്ട് എടുത്തതേ ഉള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മളിതാ ഇതെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും കണ്ടോ. പ്ലേറ്റ്സ് എല്ലാം ഇവിടെ കിടന്നോളും. ഇതിപ്പോൾ ഷിഫോണിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് പ്ലേറ്റ്സ് എടുക്കാൻ പറ്റും കേട്ടോ. കൊണ്ടുവരിക. ഇത്രയും മുന്താണി ഞാൻ എടുത്തിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ മുട്ടിന് താഴെ വേണമെങ്കിലും മുന്താണിയായിട്ട് ഇടാം കേട്ടോ. ഇതാണ്ട് എടുക്കുക. ഇവിടെ ഒരു വി പോലെ വരണം, ഈ ഒരു ഭാഗം വി ഷേപ്പിൽ വരണം. എന്നിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. ഒരു ഞുറ് കൊടുക്കുന്ന പോലെ ഒന്ന് പ്ലേറ്റ്സ് എടുക്കുക. അതിവിടെ ഇങ്ങനെ ഒരു ഇതായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണേ, പ്ലേറ്റ്സ് വന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പം നോക്കുക ബാക്കിൽ വി ഷേപ്പ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇവിടെ ഒരു ടൈറ്റും ആയിക്കോളും. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ഞുറ് കൊടുക്കുന്നു. ഞുറ് കൊടുക്കണമെങ്കിൽ എടുക്കാം, ഞുറ് എടുക്കുന്നില്ലെങ്കിൽ എടുക്കണ്ട കേട്ടോ. ജസ്റ്റ് ഇവിടെ ടക്കിങ് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് അകത്തോട്ട് കയറ്റി കൊടുക്കാം,
അല്ലെങ്കിൽ അവിടെ പിൻ ചെയ്ത് വെച്ചാലും മതി. കണ്ടോ? എന്നിട്ട് ഇവിടെ എ ഷേപ്പ് വരണം. ഒരു എ ഷേപ്പിൽ കണ്ടോ, എ പോലെ ഒരു എ ഷേപ്പിലും കിട്ടിയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ധാവണി ഉടുക്കാൻ പറ്റുന്നത്. നീളം കുറച്ച് കുറവാണ്, കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വണ്ണം ഉള്ളത് കൊണ്ട് കുറച്ചേ കിട്ടത്തുള്ളൂ. ഇങ്ങനെ ചുറ്റി വരണ്ടേ, അങ്ങനെയാണ് ഇവിടെ കുറഞ്ഞത്. അപ്പം വണ്ണമില്ലാത്തവരൊക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ലെങ്തി ആയിട്ട് കിട്ടും, മുട്ടിന് താഴേക്ക് കിട്ടും. അത് നല്ലൊരു ഭംഗിയാണ് കാണാൻ കേട്ടോ. അപ്പം നമുക്ക് വണ്ണമുള്ളത് നമ്മുടെ തെറ്റല്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് നന്നായിട്ട് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പൊ ഗൈസ്, അപ്പൊ ഞാൻ ഇവിടെ ധാവണി ഡ്രാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി വണ്ണം ഉള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ ചെറിയ പ്ലീറ്റ്സ് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം ചോദിക്കും എനിക്ക് വണ്ണമില്ലേ എന്ന്. അപ്പം ഞാൻ ചെറിയ പ്ലീറ്റ്സ് അല്ല എടുത്തത്, ഞാൻ ഇത്തിരി വലിയ പ്ലീറ്റ്സ് എടുത്തതാണ്, കാരണം ഇതിന് ഇത്തിരി കൈ കുറവാണ് കേട്ടോ. അപ്പം വണ്ണം ഉള്ളവര് അത് ശ്രദ്ധിക്കുക. കൈ കൂടുതലുള്ള, സ്ലീവ് കൂടുതലുള്ള ഡ്രസ്സ് ഇടാനും വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ നിങ്ങൾക്ക് വണ്ണം ഉള്ളതുപോലെ തോന്നും. അതുകൊണ്ടാണ് നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പം എൻ്റെ കല്യാണത്തിന് ഞാൻ വിയർ ചെയ്തിരുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ കല്യാണത്തിന്റെ തലേ ദിവസം ഞാൻ റിസപ്ഷന് വിയർ ചെയ്തിരുന്ന ഡ്രസ്സാണ്. അപ്പം അന്ന് വണ്ണം കുറവായതുകൊണ്ട് ഇതേപോലെ ഹാഫ് സ്ലീവ് ആണ് വെച്ചിരുന്നത്. ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു സാരിക്ക് ഈ ഒരു ബ്ലൗസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ബ്ലൗസ് ബാച്ചിന് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ ആണെങ്കിലുണ്ടല്ലോ, ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിലും കയറ്റി വെക്കാം. ഇതുപോലെ കയറ്റി വെക്കുന്ന ഒരു ഫാഷൻ ഉണ്ടായിരുന്നു എൻ്റെ കല്യാണ സമയത്തൊക്കെ. ഇതുപോലൊരു ഫാഷൻ ആയിരുന്നു. ഇവിടെ ഇങ്ങനെ അന്ന് നയൻതാര സ്റ്റൈൽ എന്നായിരുന്നു ഈ ഒരു സ്റ്റൈലിന് പറഞ്ഞിരുന്നത്. അപ്പൊ ദാ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കും. അപ്പൊ ദാ ഇങ്ങനെ നടക്കും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദാ ഇതേപോലെ സിമ്പിളായിട്ട് ഇങ്ങനെ ഇട്ടാലും മതി. അപ്പൊ ഞാൻ എന്തായാലും ആ ഒരു നൊസ്റ്റാൾജിയയിലേക്ക് പോവാണ്. ഞാനിങ്ങനെ ചെന്നേ ഉള്ളു. ഓക്കെ, കൊള്ളാമോ? അപ്പൊ ഇവിടെ പിൻ ചെയ്യണം. ആയിട്ടിരിക്കാൻ വേണ്ടി പിൻ ചെയ്തും കൂടെ കൊടുക്കണം. പിൻ ചെയ്യുന്ന സമയത്ത് ചുളിവൊന്നും വരാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഇതാണ്. ഇത് ഇത്തിരി കണ്ണാടി പോലത്തെ തുണിയാണ്, അതുകൊണ്ട് ചെറിയ ചെറിയ പ്ലേറ്റ്സ് എടുത്ത് ഇട്ടാൽ തന്നെ അധികം വൃത്തികേട് തോന്നിക്കത്തില്ല. ഓക്കെ, ഇതാണ് ഫൈനൽ ലുക്ക്. ഓണമായതുകൊണ്ട് ഞാനിവിടെ പൂക്കളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കൊള്ളാമോ? അപ്പൊ നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ ലുക്കൊന്ന് കാണാം. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ബൈ.